ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ജോഗി 2 മിനിറ്റ് കഴിയുമ്പോ ട്രാൻസാക്ഷൻ നടത്തണേ കറക്റ്റ് ആയിട്ട് കേട്ടോ. അത് 2 മിനിറ്റ് ട്രാൻസാക്ഷൻ എല്ലാം റെഡി ആയിട്ടിരുന്നോണേ, എല്ലാം റെഡി ആയിട്ടിരുന്നോണേ. 2 മിനിറ്റ് അപ്പൊ ഒന്ന് പറഞ്ഞേ. ഞാൻ വിളിക്കാം കാർലോ വരെ. കാർലോ എന്നൊക്കെ മുമ്പേ വിഷ് ചെയ്ത് പറഞ്ഞ ജോക്കി വിളിക്കുന്നു. എനിക്ക് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ കാര്യം താങ്കൾ ഒരു താങ്കൾ പ്രായത്തിന് മുകളിലാണെങ്കിലും നമ്മൾ കുറെ നാളിങ്ങനെ തോളിനോട് തോള് കൈയിട്ട് നടന്ന് വലിയൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അങ്ങനെ പറയട്ടെ ജോക്കിയാണ് എന്റെ എന്താ പറയാ ഫാഷൻ. ഫോൺ ഓഫ് ചെയ്യണേ. 36 വയസ്സായിരിക്കുകയാണ്. ഹലോ വിളിക്കാൻ തുടങ്ങി. ആരുടെ കുലുക്കുന്നേ? സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ എന്തോ വേണോ എന്റെ പൊന്ന പാപ്പ. ഓ എന്ത് ചെയ്യാനാ ജോക്കി. താങ്ക് യു ജോക്കി. വെൽക്കം. എന്തായാലും ഒരു നല്ല ബർത്ത്ഡേ ദിവസമായിട്ട് ജോക്കി ദർശനം കിട്ടിയല്ലോ, അത് തന്നെ ദർശനം. അവിടെ പേര് കൊള്ളാം കേട്ടാ, ദർശ്. ഇതിന്റെ പേര് നമ്മുടെ സർവർ അപ്പൊ ഒരു 100 കോടി സ്പോൺ തരണേ. എനിക്ക് അപ്പാപ്പ എനിക്കൊരു ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ മാക്കാമാരെ കണ്ട് പഠിക്ക്. ഇവിടെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് അവൻ ഷാൻ റഹ്മാനായിട്ട് ഉള്ളിൽ പോകുന്നു, പൈ അടിക്കുന്നു. നീയൊക്കെ രാത്രി എന്താണ് ഈ ചെയ്യുന്നത്? എടാ ഇങ്ങനത്തെ വല്ല അവരും പ്ലാൻ തരല ഒരു പാർട്ടാണ്. ഇതൊന്നും വയറ്റില്ല വെച്ചിട്ടുള്ള ബർത്ത്ഡേ പറയാനുള്ളത് 2 വാക്ക് സംസാരിക്കാം. ബർത്ത്ഡേ ആയിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പാപ്പൻ കുറച്ചുകൂടെ അപ്പാപ്പനായല്ലേ? ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന് 29 വയസ്സ് തികയാണ്. 29 വയസ്സോ? 10 വർഷം മുമ്പ് ചീഞ്ഞ കോമഡിയാണ്. 2026 ആയത് 19 ഞാനും ജോക്കിയൊക്കെ പിന്നെ ജോക്കി സത്യം പറഞ്ഞാല് എന്താ പറയാ, ഞാനും ജോക്കി ഒരേ ഏജ് ആയതുകൊണ്ടേ ജോക്കിക്ക് മനസ്സിലാവില്ല. പിന്നെ അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പൈസയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കനത്തിലാ പ്രതീക്ഷിക്കുന്നത്. അവര് തന്നെ സ്വന്തമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് തരും. എന്താ പോകുന്നുണ്ടോ നമ്മള്? ജോക്കി ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. പോയിട്ട് അപ്പാപ്പൻ ഹാപ്പി ബർത്ത്ഡേ. പോയിട്ടാ സെറ്റാണ്
വൈകിട്ടെങ്ങനെ അര എടുക്കണോടാ ആളല്ലേ. ഒരു സെക്കൻഡ് എല്ലാവരും ഉണ്ട്. ഹലോ ഹലോ വാസോണാണോ? അതെ ആരാ? നിങ്ങൾക്ക് അറിയത്തില്ല, പുറത്തുള്ള ഒരാളാണ്. ആ പറഞ്ഞു. മീൻസ് പേരെന്താ? സുഖാണോ? സുഖമാണ്. NXS. എന്താ എന്താ പരിപാടി? ഞങ്ങളൊരു ഗ്യാങ് മീറ്റിംഗിന്റെ ഇടയ്ക്കാ ബ്രോ. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ഓ ശരി ശരി ശരി. ബർത്ത്ഡേ ആണ്ട് വിളിച്ചതാണ്. ഓക്കെ ശരി എന്നാ. എന്റെ ബർത്ത്ഡേ അല്ല. അല്ല അപ്പന്റെ. ആ ഓക്കെ. അപ്പൊ അത് പറഞ്ഞിട്ട് നാളെ ഒരു അരയെടുത്തിരിക്കണോണ്ടാ. വൈകിട്ടത്തേക്ക് പറ്റുന്നത് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോടാ. ഞാനിപ്പോഴല്ലേ അറിയുന്നേ. സെറ്റാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ബ്ലാക്ക് മാഫിയോട് പോകലെന്ന് പറഞ്ഞു. അടുത്ത് വരാൻ പറഞ്ഞു. നമ്മുടെ ടിവിയിലെല്ലാരും ഈ സൈഡിലോട്ട്, ഞാൻ നിൽക്കുന്നിടത്തോട്ട് ഈ സൈഡിലോട്ട് വന്നടാ. ഞാൻ നിൽക്കുന്ന സൈഡിലോട്ട് എല്ലാവരും അവര് ബ്ലാക്ക് മാഫിയ അവിടെ ഇരിക്കട്ടെ. ജോക്കി ഒരു മിനിറ്റ്. ജോക്കി അല്ലല്ല ഒരു മിനിറ്റ്. ചന്ദ്ര 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 കേക്കാവോ? ബ്ലാക്ക് മാഫിയ ആണെന്ന് പറഞ്ഞ സെക്യൂരിറ്റി കമാൻഡോസ് അല്ലേ? ജോക്കിയെ മാറ്റിവിടുന്ന എങ്ങനെയും. ബുദ്ധി വേണം, ബുദ്ധി. ജോക്കി ആരെങ്കിലും 2-3 പേര് ചേർന്ന് ജോക്കിയെ താഴെ കൊണ്ടുപോയി മറ്റേ ശവക്കല്ലറ അവിടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ട് വരാം. ക്യാരക്ടർ വിടല്ലേ? കമാൻഡോസ് ക്യാരക്ടർ വിടല്ലേ? ഒരു മിനിറ്റ്. നിങ്ങൾ എല്ലാരും ഇവരെ പരിചയപ്പെടുക. നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് എന്താ പറയാ, നിങ്ങള് വേറെ സിറ്റിയിൽ എനിക്ക് എന്താ പറയാ ഇവരായിട്ട് വേറെ സിറ്റുവേഷനോ കാര്യങ്ങളൊന്നും വരാൻ അങ്ങനെ താല്പര്യമില്ല. അപ്പൊ ഇവർക്ക് നേരത്തെ തൊട്ട് നിങ്ങളെ കാണണം, മീറ്റ് ചെയ്യണം എന്നൊക്കെ കുറെ മുന്നോട്ട് പറയുന്നുണ്ട് അവര്. അപ്പൊ അങ്ങനത്തെ സാഹചര്യം വരെ വന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ഇപ്പൊ ഇവര് BM-ലുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുവാണെങ്കിലും ഓൾറെഡി ഇപ്പൊ ഇതിലാണ് എല്ലാരും കാണുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അവരുടെ സൈഡിൽ അങ്ങനെ കുറെ ഇത് വരുന്നുണ്ട്. അപ്പൊ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകാൻ വേണ്ടിട്ട് ആണ് അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അണ്ണൊന്ന് മാറി നിൽക്കുക, എല്ലാവരുടെ അടുക്കാണ്. ഞാൻ മാറി ഞാൻ കക്കൂസില. പൂളിന്റെ അടുക്കലോട്ട് വരാവോ? വേഗം വരാവോന്ന്. ഞാൻ നോക്കി ഇവിടെ ഉണ്ട്. പൂള് വെളിയിലത്തെ പൂളില്ലേ? വേഗം വാ. അണ്ണൻ എന്തോ പണി നോക്കിയാണ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അന്ന് പ്ലാനെ. ഇത് ദർശനയുടെ കാര്യം മലയുടെ മണ്ടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്ര ഒരു കാര്യം പറയാനുണ്ട്. അണ്ണനെ ചിഞ്ചുവിന്റെ കേസിൽ സഹായിക്കുന്നോണ്ട് മാത്രം ഞാൻ അണ്ണന് പറഞ്ഞു തരുവാ. ആണല്ലേ? അല്ലെങ്കിൽ നീ എന്നെ സഹായിക്കത്തില്ല ചിഞ്ചുവിന്റെ കേസില്ലെങ്കിൽ. അല്ലല്ല, അല്ലെങ്കിൽ നമുക്ക് അണ്ണനോടല്ലേ സ്നേഹമുള്ളൂ. അതെ പറ കേക്കട്ടെ. അപ്പം അതായത് അവര് കൂടെ പോകുന്നത് കാണിക്കാൻ വേണ്ടിട്ടില്ല, വിഷം കുത്തു അണ്ണനെ പറ്റി. അതെ കുഴപ്പമില്ല. അഥവാ ഇനിയിപ്പോ ദർശനമായിട്ടുള്ളത് സെറ്റായില്ലെങ്കിൽ ഞാൻ സൂസനെ നോക്കിക്കോളാം. മറ്റേ എനിക്ക് അർജന്റായിട്ട് അകത്തോട്ട് പോണേ. അണ്ണ എങ്ങനെ ഹലോ പറഞ്ഞു. നമ്മള് അന്ന് വസന്തത്ത് പറഞ്ഞൊരു ഡേറ്റ് പരിപാടിയിലത് ഇവന്റിന്റെ അത് നടത്താൻ പറ്റിയില്ല, കുറച്ച് പണി കിട്ടി. മനസ്സിലാവും. നമ്മൾ 6-ാം തീയതി നോക്കുന്നുണ്ട്. അപ്പൊ വാസവന്റെ ഡേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നടത്തായിരുന്നു. 6-ാം തീയതി അല്ലേ? എടാ 9 ആക്കും. അതാവുമ്പോ കറക്റ്റ് ആണ്, സെറ്റ് ആണോ എല്ലാം? ഇതാണ് കാരണം ദേവൂട്ടന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ 9-ാം തീയതി ആക്ക്. ഓക്കെ 9-ാം തീയതി 9 അല്ല, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് ആയിട്ട് ഒരു 10 ആക്കിക്കോ. കറക്റ്റ് 10 ആക്കിക്കോ. 10-ന് നമുക്ക് എല്ലാരും ഉണ്ടാവും, സെറ്റ് ആക്കാം. 9 അല്ലേ 10?
അതിന്റെ ഏത് ഐഡിയൽ ടൈം എപ്പോഴാന്ന് വെച്ചാൽ ചന്ദ്രനോട് പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതാകുമ്പോ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് കിടലായിട്ട് നടത്താം. മനസ്സിലായി മനസ്സിലായി. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ സംസാരിക്കാൻ പറ്റാതല്ല. അല്ലടാ, ഞാൻ പറയണ നിങ്ങളത്തെ എല്ലായിടത്തും ഇൻ കേസ് ഇപ്പൊ സിറ്റിസൺ ആയിട്ടൊക്കെ എന്തെങ്കിലും ടി വിയിലെ പ്ലേയേഴ്സ് ആരുടെ അടുത്തെങ്കിലും വരാനാണെങ്കിൽ ആദ്യം തന്നെ ഇവരോട് ഞങ്ങള് ബ്ലാക്ക് മാഫിയിൽ ഉള്ളതാണെന്ന് അങ്ങ് പറയണം. അത് വേഴ്സ് ആവുന്നതിന് മുമ്പ്. ഇവർക്ക് എല്ലാരും നമ്മളെ അറിയാം. അല്ല എന്നാലും ഞാൻ പറയാം എന്തെങ്കിലും കേസിൽ വരും, അങ്ങനെ വരുവാണെങ്കിൽ ബ്ലാക്ക് മാഫിയ ആണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് മനസ്സിലാവും. ലെവി ആരാന്ന് ചോദിക്കണേ, അറിയില്ല. അപ്പൊ എടാ, ഞങ്ങള് പോയി മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാറുണ്ട്. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ചന്ദ്ര, ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. കോച്ച് ഇവിടെ ആ കോച്ച് വന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് പോണ. എടാ ജോക്കി എവിടാ? எல்லாம் காணிச்சு கொடுக்குறேன்னு நிறைய விஷயம் சொல்ல பாக்குறான், பாத்து. ചന്ദ്ര വേണ്ട ഇപ്പൊ. ഹലോ, ആ മിസ്റ്റർ എക്സ്, ഞങ്ങൾ അങ്ങോട്ട് വരാം കേട്ടാ. ഇപ്പൊ ഇറങ്ങുവാണേ. ലൊക്കേഷൻ ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ഉണ്ട്. ഓക്കെ, നമ്മള് കല്ലറൊക്കെ കാണിച്ചതൊക്കെ ആ കല്ലറ എല്ലാം കാണിച്ചു തന്നല്ലേ കറക്റ്റ് ആയിട്ട്? കല്ലറ റെഡി ആയില്ലേ? അപ്പൊ ജോക്കി മാത്രം എന്റെ കൂടെ വാ. നമുക്കൊന്ന് മിസ്റ്റർ എക്സിന്റെ അടുത്ത് വരെ പോകണം. 2-3 പേർക്കേ പറ്റുള്ളൂ. വാ അണ്ണാ, ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോടാ. ഏപ്പല്ലേ അണ്ണൻ ഇത്തിരി അങ്ങോട്ടേക്ക് അമ്മ ഇങ്ങോട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാം. എല്ലാ പെണ്ണുപടിയും കേസ് വല്ലതായിരിക്കും. ചിഞ്ചു പ്രഗ്നന്റ് ആയിരുന്നു. നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നീ മാത്രം ഇങ്ങ് വന്നേ. നീ മാത്രം മോബിങ് വന്നേ. ഇല്ല മോബി മാത്രം. ഏബലൊന്ന് പോയടാ. ഏബലൊന്ന് പോയ ഒരു കാര്യം അറിയാമോ? പോയിട്ടെ. ഇവനെ ബെല്ലാരിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇവന്റെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, +2 തോറ്റതാ ഓൾറെഡി, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇതെല്ലാം ആയിട്ട് ഉള്ള ഒരു ഫയൽ എൻ്റെ കയ്യിൽ കിട്ടിയതാ. അതിനകത്ത് ഇവ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് തെളിവായ സഹിതമുണ്ട്. അത് ചിഞ്ചു പ്രഗ്നന്റ് ആണെങ്കിൽ അത് വേറെ ആരെങ്കിലും ആണ്. അപ്പൊ അത് നീ അവന് എടാ ഇപ്പൊ അത് നീ അവന് ഹേർട്ട് ബ്രേക്ക് ആവാത്ത രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ജോക്കി വാ. അല്ല മറ്റേ ഡിഫോൾട്ട് കത്തല് കുറഞ്ഞു. എന്തോ ലവിക്ക് ഒരു കാര്യം. ലവി പറ. വെള്ളിയാഴ്ച ശനിയാഴ്ച പറ്റുമോ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബർത്ത്ഡേ കഴിഞ്ഞ് 11 കഴിഞ്ഞിട്ടുള്ള വെള്ളി ശനി. അത് കഴിഞ്ഞിട്ട് ഏത് ദിവസം വരെ? ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും. 9-ാം തീയതി എല്ലാ ദിവസവും ഉണ്ടാവും. കാരണം ഇവിടെ ഉള്ളവരെല്ലാം മറ്റേ പുറത്ത് പരിപാടി നമ്മളെ ഇങ്ങനത്തെ. നീ ഡേറ്റ് ചന്ദ്രനോട് പറഞ്ഞ പിന്നെ ഇവര് ഹെൽത്ത് കൂടാ. ഒന്ന് വരാമോ? കുറച്ച് ഡബ്ബ് വേണം. ഡബ്ബോ? അയച്ചരാ. ഓക്കെ ശരി. ജോക്കി വാ. കോച്ച് വാ. ഡബ് ഗൈസ്, വോയിസ് സിനിമാറ്റിക് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട്. വാ ജോക്കി കേറ്. കോച്ച് എവിടെ? കേറിയോ?
ഉണ്ട്. ഇതെന്താടാ പ്രശ്നം? നമുക്ക് മിസ്റ്റർ എക്സിനെ ഒന്ന് കാണാൻ പോയിട്ട് വരാൻ ജോക്കി.